ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഒരുപാട് പേര് പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, എന്ത് ചെയ്താലും ഗതി പിടിക്കുന്നില്ല, എവിടെ ചെന്നാലും തടസ്സങ്ങളാണ്, എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ഒരു ഫലവുമില്ല. ഇങ്ങനെ ഒത്തിരി വേദനിക്കുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട്. കഴിവുണ്ട്, അധ്വാനമുണ്ട്, പരിശ്രമമുണ്ട്, പക്ഷേ ഉദ്ദേശിച്ചതുപോലെ ജീവിതത്തിൽ വിജയിക്കാനായിട്ട് കഴിയുന്നില്ല. എവിടെ ചെന്ന് തൊട്ടാലും അവിടെ നിന്നെല്ലാം തിരിച്ചടിയും നഷ്ടങ്ങളും. തുടങ്ങിവെച്ച കാര്യങ്ങൾ പോലും മുന്നോട്ട് കൊണ്ടുപോകാനോ പൂർത്തിയാക്കാനോ കഴിയുന്നില്ല. ഇങ്ങനെ ജീവിതത്തിൽ പല കാര്യങ്ങളുടെ മുമ്പിലും തടസ്സം അനുഭവിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ നമ്മുടെ ചുറ്റിനുമുണ്ട്. വിദേശത്തേക്ക് പോകാൻ എല്ലാ പേപ്പർ വർക്കുകളും കഴിഞ്ഞിട്ടും എന്തൊക്കെയോ ചില കാരണങ്ങളാൽ പോകാൻ സാധിക്കാത്തവർ, IELTS-ഉം OET-യും ഒക്കെ പലതവണ എഴുതിയിട്ടും കിട്ടാതെ പോയവർ, മോഡൽ എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്താലും ആനുവൽ പരീക്ഷയ്ക്ക് പരാജയപ്പെടുന്നവരും മാർക്ക് കുറഞ്ഞവരും, ഇങ്ങനെയുമുണ്ട് ചില ആളുകൾ. ഇത്തരക്കാരുടെ വേദന വളരെ വലുതാണ്, നിരാശയും ആഴത്തിലുള്ളതാണ്. ദൈവം പോലും തങ്ങളെ കൈവിട്ടതായിട്ടാണ് ഇവരുടെ വിചാരം. ഇത്തരക്കാരുടെ മനസ്സിലെ വിഷമതകളും നിരാശകളും പരിഹരിക്കാനുള്ള ഒരു വചനമാണ് ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. വചനം ഇതാണ്. ഏശയ്യായുടെ പുസ്തകം 45-ാം അധ്യായം 2-3 തിരുവചനങ്ങൾ. ഇപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേർക്കും അറിയാവുന്ന ഒരു വചനമാണിത്. വചനം ഇങ്ങനെയാ: ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും. ഇത് ഒത്തിരി നല്ല വചനമാണ് കേട്ടോ. ഇത് കഴിഞ്ഞ ദിവസേ ഒരമ്മ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളെയും ഈ അമ്മ നേരിട്ടത് ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചാണെന്ന്. മക്കള് ഇൻ്റർവ്യൂവിന് പോയ സമയത്ത്, കോളേജിൽ അഡ്മിഷൻ എടുത്ത സമയത്ത്, പിന്നീട് നല്ലൊരു ജോലിക്ക് വേണ്ടി അവർ ശ്രമിച്ചപ്പോഴൊക്കെ ആദ്യ സമയത്തൊക്കെ ഒരുപാട് തടസ്സങ്ങളായിരുന്നു മക്കളുടെ ജീവിതത്തിൽ. അപ്പോഴൊക്കെ ഈ അമ്മ ഈ വചനം നിരന്തരം ഇങ്ങനെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നുവെന്ന്. അങ്ങനെ ഈ അമ്മയുടെ മക്കളുടെ ജീവിതങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു. അതുപോലെ എൻ്റെ ജീവിതത്തിലും ഈ വചനം എന്നെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. അതേക്കുറിച്ച് ആദ്യ നാളുകളിലൊക്കെ ചെയ്ത വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾ ചിലരൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും എൻ്റെ അനുഭവങ്ങൾ. എൻ്റെ ബ്രദറ് വിദേശത്ത് ഒരു ജോലി കിട്ടാനായിട്ട് അതിൻ്റെ എക്സാം നടക്കുന്ന സമയത്തൊക്കെ വലിയ തടസ്സങ്ങൾ നേരിട്ടിരുന്നു. അപ്പോഴൊക്കെ ഞാൻ ഈ വചനമായിരുന്നു അവന് വേണ്ടി എപ്പോഴും പറഞ്ഞ് പ്രാർത്ഥിച്ച് നടന്നിരുന്നത്. വളരെ അത്ഭുതകരമായിട്ട് നല്ല മാർക്കോടെ അവൻ പാസ്സായതും അവന് ജോലി കിട്ടിയതുമൊക്കെ ഈ വചനത്തിൻ്റെ ശക്തി കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി പലരും ഈ വചനത്തിൻ്റെ അത്ഭുത ശക്തിയെക്കുറിച്ച് എന്നോട് ഷെയർ ചെയ്യുകയുണ്ടായി. അതാണ് ഞാൻ ഇന്ന് ഇത് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഒരു കാരണം. എല്ലാവർക്കും തന്നെ അറിയാവുന്ന വചനമാണിത്, പക്ഷേ ഇത് ഒത്തിരി ശക്തിദായകമാണ്. നമ്മൾ ചിന്തിക്കുന്നതിലും ഒരുപാട് പവർഫുള്ളാണ് ഈ വചനം. നമ്മൾ വിശ്വസിച്ച് ഇത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തിലെ നീണ്ട നാളുകളായുള്ള തടസ്സങ്ങളെ, കുരുക്കുകളെ, ബന്ധനങ്ങളെയൊക്കെ എടുത്തു മാറ്റാൻ സഹായിക്കുന്ന ഒരു വചനമാണിത്. നാം നേരിടുന്ന തടസ്സങ്ങളുടെ മേഖലയിലേക്ക് ഈശോയെ നമ്മൾ ആദ്യം പറഞ്ഞു വിടുക. ഈശോ നമുക്ക് വേണ്ടി പൊരുതും, തടസ്സങ്ങൾ എടുത്തു നീക്കും. കാരണം അവിടുന്ന് സർവശക്തനാണ്. അതുകൊണ്ട് നമ്മുടെ തടസ്സങ്ങൾ എന്ത് തന്നെ ആയാലും ദൈവത്തിന് സമർപ്പിച്ച് ഈ വചനം പറഞ്ഞ് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. നമുക്ക് വചനം ഒന്നുകൂടെ പറയാം. ഏശയ്യായുടെ പുസ്തകം 45-ാം അധ്യായം 2-3 തിരുവചനം വിശ്വാസത്തോടെ ഒന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേരു ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും. ആമേൻ.